സാറേ, എനിക്കൊരു സംശയം. CPM എന്ന് പറയുന്ന പാർട്ടി എന്തെങ്കിലും ഒരു കമ്പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ അത് അവരുടെ ആളുകൾക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഈ ഊരാളുങ്കലിന്റെ കാര്യം നമ്മൾ കേട്ട് തഴമ്പിച്ച് പിന്നാലെ ഇപ്പൊ കേൾക്കുന്ന കിഫ്ബിയിലും മൊത്തം തിരികെ കയറ്റിക്കണ ഈ പാർട്ടിക്കാരെ മാത്രമാണ്. എന്താ ഇങ്ങനെ? അതെ, രണ്ട് പർപ്പസ് ഉണ്ടായിരുന്നു കിഫ്ബി എന്ന് പറയുന്ന തട്ടിക്കൂട്ടലിന്. പിന്നെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ആണെന്ന് പറഞ്ഞ് രൂപവൽക്കരിച്ചത് ഒരു IAS-കാരൻ്റെയും പിന്നെ മുഖ്യമന്ത്രിയുടെയും തോമസ് ഐസക്കിൻ്റെയും ഒക്കെ ബുദ്ധിയുണ്ട്. അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്ന കാലത്താണല്ലോ ഇതിൻ്റെ സാക്ഷാത്കാരം വന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളം കടക്കെണിയിലാണ് എന്നതാണ്. ആ കടക്കെണി കടക്കാൻ വേണ്ടിയിട്ട് തങ്ങൾ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്ന് ദ്യോതിപ്പിക്കാൻ വേണ്ടിയും അവകാശപ്പെടാൻ വേണ്ടിയും ഇന്നത്തെ പോലെ ദാരിദ്ര്യമുക്ത കേരളം എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം അവർ തന്നെ പരീക്ഷ ഇട്ടു, അവർ തന്നെ പരീക്ഷ എഴുതി ഞങ്ങൾക്ക് ഇത്രയും മാർക്ക് കിട്ടി, 100-ൽ 100 മാർക്ക്. എന്നിട്ടാണ് ഇപ്പോൾ ഏറ്റവും പിന്നാക്ക അവസ്ഥയിലുള്ള ആൾക്കാർക്ക് വേണ്ടി റേഷൻ കാർഡുകൾ ഇപ്പോൾ ഏതാണ്ട് 5 ലക്ഷത്തോളം, അതായത് കുറച്ച് ലക്ഷങ്ങളോളം അടിക്കുന്നത്. അപ്പോൾ പിന്നെ അവരുടെ അതിദാരിദ്ര്യം എവിടെ പോയി? അതിദാരിദ്ര്യമുള്ളവർക്കല്ലേ ഇത് കാർഡ് ആശ്രയിച്ച് ജീവിക്കേണ്ടി വരിക? അത് നമുക്ക് തെറ്റുപറ്റിയതാണ്. നമ്മൾ ഇതിനെ ഇങ്ങനെ കാണുന്നോണ്ടാണ്. മുഖ്യമന്ത്രി പിണറായിയും സംഘവും ഇങ്ങനെയല്ല കാണുന്നത്. അവരിങ്ങനെ പ്രഖ്യാപിക്കും. അപ്പൊ പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ അത് സത്യമാണെന്ന് വിചാരിക്കാനേ പാടില്ല. അത് ശരിയാ. അതായത് ഇവര് പ്രഖ്യാപിക്കും, ഇവർക്ക് പ്രഖ്യാപിക്കണം. അപ്പൊ നമ്മളിത് വിശ്വസിച്ചെന്ന് കാണിക്കണം, എന്നിട്ട് നമ്മൾ വിശ്വസിക്കാതിരിക്കണം. അതാണല്ലോ ഇവര് കാണിക്കുന്നത്. പ്രഖ്യാപിക്കും, പക്ഷെ അത് സത്യമല്ല, ശരിയായ അവസ്ഥ പുറകിൽ. ശരിയാണ്, അങ്ങനെ വരാം. നമുക്ക് തെറ്റിയതാണ് ഇവിടെ. ഞാൻ കണ്ടു സജി ചെറിയാൻ ആത്മാർത്ഥമായിട്ട് ഈ അതിദാരിദ്ര്യം ഇല്ലാതാക്കുന്നത് ഞാൻ കണ്ടു. മേശ നിറച്ച് വരാൽ കറി, കരിമീൻ കറി, പപ്പാസ് എല്ലാം, താറാവ് പപ്പാസ്, മപ്പാസ്, എന്തൊക്കെയാണ് ഇതിന്റെ പേരറിയില്ല, കപ്പ, പിന്നെ മറ്റേ നവകേരള സദസ്സില് പൗരപ്രമുഖരെ സ്വീകരിച്ചത് കശുനണ്ടിയുടെ കറി വരെ വെച്ചിട്ടാണ്. അതുപോലായിരുന്നു ശബരിമല അയ്യപ്പ സംഗമത്തിൽ ഭക്തിപൂർവ്വം ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു എന്നറിയില്ല. ഇപ്പം സാധാരണ പതിവാണ് ഇവരുടെയൊക്കെ. പണ്ട് കട്ടൻ ചായയും പരിപ്പൂടെയൊക്കെ മാറി, ഇപ്പം മനസ്സിലാക്കണമായിരുന്നു. അതാണ് ഓക്കെ എന്ന് പറയുന്നത്. ഇഫ്താർ പാർട്ടികളിൽ ഇവർ അതിദാരിദ്ര്യമൊക്കെ ഇല്ലാതാക്കുന്നത്, പക്ഷെ അവർ സ്വയമാണ് ഇത് ഇല്ലാതാക്കുന്നത്. ദോഷം പറയരുതല്ലോ. എന്തായാലും നല്ല എന്ന് പറയുന്ന ഒരു തട്ടിക്കൂട്ടായത്. ആ കിഫ്ബി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിഫ്ബിക്ക് വേണ്ടി ചെലവാക്കുന്ന ലോൺ എടുക്കുന്ന പണം കടമായിട്ട് കണക്കാക്കില്ലല്ലോ എന്നുള്ളതാണ്. കേന്ദ്ര ഗവൺമെൻറ്റിനൊരു നിയമമുണ്ട്. ആ നിയമം നിങ്ങൾക്ക് കടമെടുക്കാവുന്ന തുകയുടെ പരിധി ഇത്രയുമാണ്, അതിൽ കൂടുതൽ എടുക്കരുത്. എന്തുകൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്? നിങ്ങളോടുള്ള അസൂയ കൊണ്ടല്ല. ഈ കടം ചെലവിൽ കൂടുതൽ, നമുക്കെല്ലാം അറിയാവുന്ന കാര്യം, ചെലവിൽ കൂടുതൽ, വരുമാനത്തിൽ കൂടുതൽ ചെലവാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പിടിച്ചു നിൽക്കാതെ വരും, കടക്കെണിയിലാകും, ആത്മഹത്യയിലേക്ക് നയിക്കും വീടുകളിലെ. ഇപ്പോൾ ഗവൺമെൻറ്റിനാകുമ്പോൾ ഗവൺമെൻറ്റിന് ആത്മഹത്യ ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെന്താ മാർഗം? ഈ കടക്കണിയിലാവുമ്പോൾ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത കടങ്ങളുടെ ഒരു പരാതി വരുമ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാഗമാണ് കേരളം. കേരളത്തിലെ ഗവൺമെൻറ് അങ്ങനെയല്ല വിചാരിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ ഭാഗമാണ് കേന്ദ്ര ഗവൺമെൻറ്. ആ രീതിയിലാണ് അവർ പെരുമാറുന്നത്. അപ്പോൾ പോട്ടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കടമടയ്ക്കാനുള്ള ബാധ്യത ആർക്ക് വരും? കേന്ദ്രത്തിന് വരും. അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതേ നിയന്ത്രണങ്ങൾ തന്നെ തീർച്ചയായിട്ടും താഴോട്ട് ഓരോ ഗവൺമെൻറ്റും ഏർപ്പെടുത്താറുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഈ നഗരസഭകളിലായാലും അതുപോലെ തന്നെ കോർപ്പറേഷനുകളിലായാലും പഞ്ചായത്തുകളിലായാലും അവരുടെ ബജറ്റ് എന്ന് പറയുന്നത് എപ്പോഴും മിച്ച ബജറ്റായിരിക്കണമെന്ന് വ്യവസ്ഥയുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ. അതെന്തുകൊണ്ടാണ്? അല്ലാതെ ഇത് കടമാക്കി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ബാധ്യത പേറേണ്ടി വരിക സംസ്ഥാന ഗവൺമെൻറ്റാണ്. അതേ രീതിയിൽ ഇങ്ങോട്ട് താഴോട്ട് വരുന്നത്. അതാണ് യഥാർത്ഥ എന്താ പറയുന്നത്, ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്, പഞ്ചായത്ത് രാജ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള തട്ടുതട്ടായിട്ടുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിയമം വന്നിട്ടുള്ളത്. ഈ നിയമം BJP ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതല്ല, പണ്ടേ ഉള്ളതാണ്. അപ്പോൾ കൺട്രോളർ ജനറൽ പരിശോധിച്ചപ്പോൾ, ഓഡിറ്റർ പരിശോധിച്ച് നോക്കിയപ്പോൾ കണ്ട ഒരു കാര്യം, കിഫ്ബി ഇവിടെ കേരളത്തിലെ കടമൊക്കെ ഓക്കെയാണ്. ഈ പറഞ്ഞ വരുമാനം 80% കണ്ടാണെന്ന് തോന്നുന്നു മൊത്തം വരുമാനത്തിൻ്റെ. അപ്പോൾ ശരി, ഇതെല്ലാം ഓക്കെയാണ്. അത് പക്ഷേ അപ്പുറത്തോട്ട് നോക്കുക, കിഫ്ബി എന്നൊരു വകുപ്പ്, അത് ഓഡിറ്റിംഗ് എന്നുള്ള പരിപാടിയില്ല അതിന്. കിഫ്ബിക്ക് അവർ ഓഡിറ്റിൻ്റെ ഒരു റിപ്പോർട്ടും വരാറില്ല നമുക്ക്.
പക്ഷെ കടമെടുത്തിരിക്കുന്നത് ഉം. സംസ്ഥാനം കടമെടുത്തിരിക്കുന്നതിൻ്റെ പല മടങ്ങാണ്. ഈ കടമെല്ലാം ആര് നിൽക്കേണ്ടി വരും? അവസാനം കേന്ദ്രം നിൽക്കേണ്ടി വരും. പക്ഷെ അവരതിന് പറയുന്ന ന്യായീകരണം, ഇതിൽ നിന്ന് ഞങ്ങൾക്ക് വരുമാനമുണ്ട്, ആ വരുമാനം, അതെ, വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ. അപ്പോൾ ഉദാഹരണത്തിന് റോഡ് പണിഞ്ഞാൽ അതിൻ്റെ ടോൾ പിരിവ് എന്ന് പറയുന്നത് പോലെ അവർ മസാല ബോണ്ടുകൾ ഉണ്ടാക്കി ആ സമയത്താണ്. അവരുടെ കുബുദ്ധി കൊണ്ട്, വക്രബുദ്ധി. അതെ, മസാല ബോണ്ട് പോയി ലണ്ടൻ മാർക്കറ്റ് ഞങ്ങൾ പിടിച്ചടക്കി, കേരളം പോയി പിടിച്ചടക്കി എന്നൊക്കെയാണ് പറഞ്ഞത്. അത് വൻ തട്ടിപ്പായിരുന്നു. ഇപ്പോൾ ബോധ്യമായി. ഏറ്റവും കൂടുതൽ പലിശക്കാണ് അത് എടുത്തിരിക്കുന്നത്. സത്യത്തിൽ ഈ കടം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും തോമസ് ഐസക്കിന്റെയും ഇതിനെ കൂട്ടുന്ന ഉദ്യോഗസ്ഥരും കൂടെ വീട്ടേണ്ടതാണ്. ഒരു സെക്രട്ടറി ഉണ്ട്, IAS കാരനും ഉണ്ട്. അതെ, അവര് വീട്ടണം. പൊതുജനങ്ങളുടെ തലയിലേക്ക് ഇതിന്റെ ഭാരം വെക്കരുത്. അതെ, ഈ സെക്രട്ടറിക്കെതിരെ അന്വേഷണം വന്നു. പക്ഷെ അതൊക്കെ ഇല്ലാതാക്കി ഗവൺമെന്റ്, അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് അത് മുഴുവൻ ഇല്ലാതാക്കി. കാരണം അയാൾ ചെയ്തത് ഗവൺമെന്റിന് വേണ്ടിയാ, എല്ലാവരും കൂടെ കൂടി ചെയ്തത് ഗവൺമെന്റിന് വേണ്ടിയാ, ഗവൺമെന്റിനെ രക്ഷിക്കാനാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ ഓഡിറ്റർ ജനറൽ പറഞ്ഞു, നിങ്ങളുടെ പരിധിയിൽ കൂടുതൽ കടമെടുത്തിരിക്കുന്നു എന്നുള്ള കാര്യം. അപ്പോഴത്തെ സമരമായി. കിഫ്ബി കേരളത്തെ ശ്വാസം മുട്ടിച്ച് കൊല്ലാനുള്ള ശ്രമമാണെന്ന് പറഞ്ഞ് ബഹളമായി. അപ്പോൾ അന്ന് പ്രതിപക്ഷം പറഞ്ഞൊരു വാക്യമുണ്ട്. ആ വാക്യം ഇതാണ്: അതായത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലാണ് കിഫ്ബി പദ്ധതിയിലൂടെ കാര്യങ്ങൾ നടത്താൻ പറ്റുന്നത് എന്നാണ് പറഞ്ഞത്. അത് ശരിയല്ല. ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞ കിഫ്ബി കൊണ്ട് ഞങ്ങൾ നേട്ടം ഉണ്ടാക്കി. ശരിയാണ്, നേട്ടം ഉണ്ടായിട്ടുണ്ട്. പണിയിൽ എങ്ങനെയാണെന്നറിയോ? ഓരോ CPM കുടുംബത്തിലെയും ഓരോ ആൾക്കും കിഫ്ബിയിൽ പണി കൊടുത്തിട്ടുണ്ട്. മറ്റുള്ളവർക്ക് പണി കൊടുത്തിട്ടുണ്ട്. അതായത് വേറൊരർത്ഥത്തിൽ പണി കിട്ടിയിട്ടുണ്ട്. ഇവരുടെ ആൾക്കാരെല്ലാം സുഭദ്രമായ കിഫ്ബിയിൽ ഇവരുടെ ആൾക്കാർക്ക് അതിന് വല്ല നിയമങ്ങളും അല്ലോ. ഈ ഹോസ്പിറ്റലുകളിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാങ്കുകളിലൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പലപ്പോഴും ഇവരുടെ ആളുകളാണ്. സഹകരണ സംഘങ്ങളിലൊക്കെ സ്വാഭാവികമായി ഇപ്പം UDFന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ആണെങ്കിൽ അവരുടെ ആളുകൾ കാണും. പക്ഷെ ഒട്ടുമിക്കതും ഭരിക്കുന്നത് CPMന്റെ ആളുകളായിരിക്കുമല്ലോ. ഇവർ തന്നെ ആയിരിക്കും പലയിടത്തും പല കാര്യങ്ങളിലും തിരികെ കയറ്റുന്നതും ഒക്കെ ഇവരുടെ ആളുകളെ. അതേസമയം ഒരു സാധാരണക്കാരൻ ഒരു ദിവസത്തേക്ക് അന്നം വാങ്ങാൻ വേണ്ടി, സഖാവേ ഞങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു തൂപ്പ് ജോലി ശരിയാക്കി തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരത് ശരിയാക്കി കൊടുക്കില്ല. അതെ, അത് ചെയ്യില്ല. അതിൻ്റെ ഫലമായിട്ടാണല്ലോ നമ്മളിപ്പോൾ കണ്ടല്ലോ, ബിന്ദുവിനെ കണ്ടല്ലോ. ബിന്ദുവിന് എന്തെങ്കിലും പണിയുണ്ടോ പേരുക്കടയിൽ? ഇപ്പോൾ കേരളം അതിദാരിദ്ര്യ വിമുക്തമായി എന്ന് പറയുകയാണ്. 500 രൂപ ശമ്പളത്തിന് വേണ്ടി അങ്ങ് നെടുമങ്ങാട് അടുത്തുനിന്ന് പേരൂർക്കടയ്ക്ക് വന്നിട്ട് ദിവസവും ബസ്സിൽ യാത്ര ചെയ്ത് അതിന് വേണ്ടിയിട്ട് മാസം തോറും മറ്റൊരു 500 രൂപ ചിലവാക്കി വരുന്ന സ്ത്രീയാണ് ഈ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ. അവരെയാണ് ആ വീട്ടിലെ ആൾക്കാർ നിങ്ങൾ മാല മോഷ്ടിച്ചു എന്നുള്ള പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ മൂത്രമൊഴിക്കാൻ പോലും വിടാതെ, വെള്ളം കുടിക്കാൻ പോലും കൂടാതെ പിടിച്ചു നിർത്തിയത്. അതിദാരിദ്ര്യത്തിൽപ്പെട്ട ഒരാളല്ലേ ഈ ബിന്ദു. ബിന്ദുവിൻ്റെ അതിദാരിദ്ര്യം മാറ്റിയതാരാ? കേരള ഗവൺമെൻറ്റാണോ? ഒരു സന്നദ്ധ സേവാ സംഘത്തിൻ്റെ കോളേജിൽ അവർക്കൊരു ജോലി കൊടുത്തു, വിദ്യാലയത്തിൽ അവർക്കൊരു ജോലി കൊടുത്ത് അവരാണ് മാറ്റിയത്, കേരള ഗവൺമെൻറ് അല്ല. അതുപോട്ടെ, നമ്മുടെ വിഷയം അതല്ല. പിന്നെ അന്ത്യോദയ സ്കീം കേന്ദ്രത്തിൻ്റെത്, അതുകൊണ്ടുമാണ് മാറുന്നത്. ഇവിടെ പല പരിപാടികൾ ഇവർ നടപ്പാക്കിയിട്ടുണ്ട്. മസാല ബോണ്ട് പോലുള്ള പദ്ധതികളൊക്കെ നടപ്പാക്കിയിട്ടുണ്ട്. പല സാധനങ്ങളും നടത്തിയിട്ട് വരുമാനം കിട്ടും. വരുമാനമൊന്നും ഇതുവരെ ശരിയായിട്ട് കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ KSRTC ഇവരെ അങ്ങ് ഏൽപ്പിച്ചാൽ പോരായിരുന്നു. അതുപോലെ നമ്മുടെ ആശുപത്രികളിൽ ഹൃദ്രോഗ ചികിത്സയ്ക്കുള്ള ഉപകരണങ്ങൾ ആ കമ്പനികൾ തന്നെ എടുത്തുകൊണ്ട് പോയി. കോട്ടയം മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും. കാര്യം എന്താ? ആ കമ്പനികളുടെ പണം ഇതുവരെ കൊടുത്തിട്ടില്ല. അത് കിഫ്ബി എന്തുകൊണ്ട് ഏൽപ്പിക്കുന്നില്ല? കിഫ്ബി വാങ്ങിച്ചോളുമല്ലോ. വരുമാനം വരുന്ന മുറയ്ക്ക് നികത്താൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? അതൊന്നുമല്ല, വൻ തോതിലുള്ള കൺസ്ട്രക്ഷനുകളും അതുപോലെ ഈ മസാല ബോണ്ടുകളും ഒക്കെയാണ് അവർ നടപ്പാക്കുന്നത്. അതിൽ നിന്ന് ലാഭം കൊയ്ത് കോടികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് ചെയ്യുന്നവരെ എസ്റ്റേറ്റുകൾ സ്വന്തമായിട്ട് ഭരണത്തിലിരുന്നപ്പോൾ വരവിൽ കവിഞ്ഞ സ്വത്തുണ്ടാക്കി വാങ്ങിച്ച ഒരാളും. അപ്പം കച്ചവടം നന്നായിട്ട് അറിയാവുന്ന ആളെ തന്നെയാണ് ഇത്, IAS കാരനെ തന്നെയാണ് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. ആ രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇവിടെ എന്ത് നടക്കുന്നു, എന്ത് അഴിമതി നടക്കും, ഒരാർക്കും പിടിയില്ല. ഇതിൽ വരുന്ന ആൾക്കാരുടെ യോഗ്യത എന്തറിയില്ല. കാരണം PSC വഴിയല്ല നിയമനങ്ങളൊന്നും. അപ്പോൾ ഈ കൊള്ള നടത്താൻ പറ്റിയ ഒരു സ്ഥാപനം, ഏതൊരു സ്ഥാപനത്തിനും ആദ്യമായി വേണ്ടത് അക്കൗണ്ടബിലിറ്റിയാണ്. ആ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ഈ സ്ഥാപനത്തിന് തീരെയില്ല. അല്ലെങ്കിൽ സുതാര്യത എന്ന് പറയുന്നത് ജനങ്ങൾക്കറിയണം ഇവിടെ എന്തൊക്കെ നടക്കുന്നു, നിങ്ങൾ എന്തൊക്കെ നടത്തുന്നു. പത്രത്തിൽ വരുന്ന വാർത്തയല്ലാതെ ഒന്നും ജനങ്ങൾക്ക് ലഭ്യമല്ല. അപ്പോൾ സുതാര്യതയില്ല, അക്കൗണ്ടബിലിറ്റി ഇല്ല. ആ രീതിയിൽ നടത്തുന്ന ഒരു സ്ഥാപനത്തിൻ്റെ രജത ജൂബിലിയാണ്
കൊട്ടിഘോഷിച്ചുകൊണ്ട് ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയത്. മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ എന്ന് പറയുന്നതായിട്ടില്ല, അവർ നടപ്പാക്കി. പക്ഷേ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് പാർട്ടിക്കാർ മാത്രമാണ്. അതാണ് സത്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.